പണ്ടുകാലത്ത് സകല ദേവന്മാരും ദേവതകളും തങ്ങൾക്ക് അനുയോജ്യമായ വാഹനങ്ങളെ തിരഞ്ഞെടുത്തു. ശക്തിയുടെ പ്രതീകമായി ദുർഗാദേവി സിംഹത്തെ തിരഞ്ഞെടുത്തതുപോലെ അറിവിന്റെ ദേവിയായ സരസ്വതി വെളുത്ത അരയന്നത്തെ തിരഞ്ഞെടുത്തു. ഇത് കണ്ടപ്പോൾ ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും ദേവിയായ ലക്ഷ്മി ദേവിയും തന്റെ വാഹനം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു. ദേവിയുടെ ഈ തീരുമാനം അറിഞ്ഞ് ഭൂമിയിലെ സകല മൃഗങ്ങളും പക്ഷികളും തങ്ങളാണ് ഏറ്റവും അനുയോജ്യർ എന്ന് സ്ഥാപിക്കാനായി ദേവിയുടെ മുമ്പാകെ എത്തി. അല്ലയോ മാതാ ലക്ഷ്മി, ഞാനാണ് ഏറ്റവും വേഗതയുള്ളത്. എന്നെ വാഹനമാക്കിയാൽ ദേവിക്ക് ലോകം മുഴുവൻ എളുപ്പത്തിൽ സഞ്ചരിക്കാം. ഒരു കൂട്ടർ പറഞ്ഞു. എന്റെ ശക്തിയും സൗന്ദര്യവുമാണ് ദേവിക്ക് ഉചിതം. മറ്റൊരു കൂട്ടർ വാദിച്ചു. എല്ലാ ജീവികളുടെയും സ്നേഹവും ആകാംക്ഷയും കണ്ട മാതാ ലക്ഷ്മി പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരോടുമായി ഇങ്ങനെ പറഞ്ഞു. നിങ്ങൾ എല്ലാവരുടെയും സ്നേഹത്തിൽ ഞാൻ സന്തുഷ്ടയാണ്. എങ്കിലും ഒരു വാഹനം തിരഞ്ഞെടുക്കുന്നതിൽ എനിക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. കാർത്തിക മാസത്തിലെ കറുത്ത വാവ് ദിനത്തിൽ ഞാൻ ഭൂമിയിലേക്ക് മടങ്ങിയെത്തും. അന്നേ ദിവസം ആരാണോ മറ്റ് എല്ലാവർക്കും മുമ്പേ എന്റെ അടുത്തെത്തുന്നത്, ഞാൻ അവരെ എന്റെ പ്രിയപ്പെട്ട വാഹനമായി സ്വീകരിക്കും. മാതാ ലക്ഷ്മിയുടെ ഈ വാക്ക് കേട്ട് എല്ലാവരും ആ ദിനത്തിനായി കാത്തിരുന്നു. കാർത്തിക അമാവാസി എന്നാൽ അത് കഠിനമായ ഇരുട്ട് നിറഞ്ഞ രാത്രിയായിരുന്നു. സാധാരണക്കാർക്ക് ഒന്നും കാണാൻ കഴിയാത്തത്ര ഇരുണ്ട രാത്രി. ആ ദിനം സമാഗതമായി. എല്ലാവരും ഉറങ്ങുന്ന ആ ഘോരമായ രാത്രിയിൽ മാതാ ലക്ഷ്മി ഭൂമിയിലേക്ക് മടങ്ങിയെത്തി. മറ്റു മൃഗങ്ങളും പക്ഷികളും ഇരുട്ട് കാരണം വഴി കാണാനാവാതെയും പേടിച്ചും ഒരിടത്ത് തന്നെ നിന്നു. എന്നാൽ ഒരു പക്ഷി മാത്രം വളരെ പെട്ടെന്ന് മാതാ ലക്ഷ്മിയുടെ അടുക്കിലേക്ക് പറന്നെത്തി. അത് മറ്റാരുമായിരുന്നില്ല, ഒരു മൂങ്ങയായിരുന്നു. എങ്ങും ഇരുട്ടായിരുന്നിട്ടും മൂങ്ങ ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നു വരാൻ കാരണം അതിന്റെ പ്രത്യേക കഴിവായിരുന്നു. ആ ഘോരമായ ഇരുട്ടിലും കൃത്യമായി കാണാനും ലക്ഷ്യം തെറ്റാതെ സഞ്ചരിക്കാനും മൂങ്ങയ്ക്ക് സാധിക്കുമായിരുന്നു. എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും മുമ്പേ തന്നെ തേടിയെത്തിയ മൂങ്ങയെ ലക്ഷ്മി ദേവി സ്നേഹത്തോടെ നോക്കി. നീ എങ്ങനെയാണ് ഈ ഘോരമായ ഇരുട്ടിൽ പോലും എന്നെ തേടി ഇത്ര വേഗം എത്തിയത്? ലക്ഷ്മി ദേവി ആ മൂങ്ങയോട് ചോദിച്ചു. മാതാ ലക്ഷ്മി, അന്ധകാരത്തിൽ പോലും വ്യക്തതയോടെ കാണാനുള്ള കഴിവ് എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് ലക്ഷ്യം തെറ്റിയില്ല. മൂങ്ങ വിനയത്തോടെ മാതാ ലക്ഷ്മിയോട് മറുപടി പറഞ്ഞു. മൂങ്ങയുടെ ഈ പ്രത്യേകമായ കാഴ്ചശക്തിയിലും കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്താനുള്ള കഴിവിലും മാതാ ലക്ഷ്മി അതീവ സന്തുഷ്ടയായി. അങ്ങനെ മാതാ ലക്ഷ്മി മൂങ്ങയെ തന്റെ വാഹനമായി തിരഞ്ഞെടുത്തു. ഇതിലൂടെ മാതാ ലക്ഷ്മി ലോകത്തിന് ഒരു സന്ദേശം നൽകി. സമ്പത്തും ഐശ്വര്യവും എപ്പോഴും വെളിച്ചമുള്ള സമയത്ത് മാത്രമല്ല എത്തുന്നത്. കഷ്ടപ്പാടിന്റെയും അന്ധകാരത്തിന്റെയും കാലഘട്ടത്തിൽ പോലും ലക്ഷ്യബോധത്തോടെയും വ്യക്തമായ വിവേകത്തോടെയും പ്രവർത്തിക്കുന്നവരുടെ അടുത്തേക്കാണ് ഐശ്വര്യം എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് മാതാ ലക്ഷ്മിയെ ആരാധിക്കുന്നവർ രാത്രിയിൽ വിളക്കുകൾ തെളിയിച്ച്, അതായത് ദീപാവലിക്ക് ദേവിയെ സ്വാഗതം ചെയ്യുന്നത്. മൂങ്ങ ഐശ്വര്യത്തിന്റെ പ്രതീകമായി മാറിയതിന്റെ കഥ ഇങ്ങനെയാണ്. മാതാ ലക്ഷ്മി മൂങ്ങയെ വാഹനമായി തിരഞ്ഞെടുത്ത ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് മാതാ ലക്ഷ്മി.